ഇന്ന് നമ്മുടെ യാത്ര ഷിൻജുക്കു ബസ് സ്റ്റേഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്ന് മൗണ്ട് ഫുജി കാണാനുള്ള യാത്രയാണ് നമ്മുടേത്. മൗണ്ട് ഫുജി ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ്. ഏകദേശം 3776 മീറ്റർ ഉയരമുണ്ടെന്നാണ് പറയുന്നത്. ഹോൺഷു ദ്വീപിനടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കോമൺലി ജപ്പാൻകാർ ഇതിനെ വിളിക്കുന്നത് ഫുജി സാൻ എന്നാണ്. ഷിൻജുക്കുവിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ ഇന്ന് അത്യാവശ്യം റോഡില് തിരക്കുകൾ ഉണ്ട്. കാലാവസ്ഥ കുഴപ്പമില്ല, തെളിഞ്ഞ കാലാവസ്ഥയാണ്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് മേഘാവൃതമായി വരുന്നുണ്ട്. മുന്നോട്ട് എങ്ങനെയാണ് എന്ന് അറിയില്ല. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫുജി മൗണ്ടൻ കാണാനായിട്ട്. അപ്പം പൊതുവെ ആൾക്കാർ പറയുന്നു ഇന്ന് കാണാൻ സാധിക്കുമോ എന്ന് ഉറപ്പില്ല. കാരണം മേഘാവൃതമായതുകൊണ്ട് നല്ല കാഴ്ചകൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്ന്. നമ്മളെന്തായാലും ഇതിനു വേണ്ടിയാണല്ലോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ലൊരു ദൃശ്യവിസ്മയം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ യാത്ര പതുക്കെ ഒരു ചെറിയ ടണലിലേക്ക് കടക്കുകയാണ്. അപ്പൊ ടണൽ യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നനുനനുത്ത ഒരു ലൈറ്റ് വെട്ടത്തിലൂടെ അങ്ങനെ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് അങ്ങ് തുരങ്കം കഴിഞ്ഞു. വീണ്ടും നമ്മൾ റോഡിലേക്ക് എത്തുകയാണ്. അങ്ങനെ യാത്രകൾ റോഡിൽ നിന്ന് പതുക്കെ നമ്മൾ പച്ചപ്പ് നിറഞ്ഞ വഴികളിലൂടെ എത്തി. ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എന്താണെന്നറിയില്ല, നിറയെ പച്ചപ്പും കാര്യങ്ങളും കണ്ടതുകൊണ്ടായിരിക്കും. ദൂരെ അങ്ങ് മലമുകൾ കാണുന്നുണ്ട്. മനസ്സ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് ഫുജിയിലേക്ക് എത്തിച്ചേരണമെന്നാണ്. നമ്മൾ ഇവിടുന്ന് കവകുച്ചിക്ക ബസ് സ്റ്റേഷനിൽ എത്തണം. അവിടെ നിന്ന് ഹോപ്പോങ് സൈറ്റ് സീൻ ബസ് ഉണ്ട്. അത് റെഡ്, ഗ്രീന്, യെല്ലോ റൂട്ടുകളിലാണ് ഉള്ളത്. ഇതിൽ നമ്മൾ യെല്ലോ റൂട്ടുള്ള ബസ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ ചെന്നിട്ട് ആ ബസ്സിലാണ് നമ്മൾ ഫുജി മൗണ്ടൻ കാണാനായിട്ട് പോകുന്നത്. ഈ പോകുന്ന വഴികള് ഭയങ്കര മനോഹരമായ വഴികളാണ്. പച്ചപ്പ് ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്നത് നമുക്ക് തോന്നും. വീണ്ടും തുരങ്കത്തിലൂടെ യാത്ര എത്തി. അങ്ങനെ നമ്മൾ കവകുച്ചിക്കോ ബസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഇനി ഉള്ള യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. അപ്പം പോകുന്ന വഴി നമ്മള് ഇടയ്ക്കൊരു മൊണാസ്ട്രിയിൽ നമ്മൾ ഇറങ്ങിയിരുന്നു. അവിടെ ഭയങ്കര സൈലന്റ് ആയ സ്ഥലം, പീസ്ഫുൾ ആണ്. കുറേ സമയം നമ്മളവിടെ ചെലവഴിച്ചിരുന്നു കേട്ടോ. നല്ല ഭംഗി എന്ന് പറയാം. അത് സൈലന്റ് ആണ്. നമുക്കിതൊന്ന് ധ്യാനത്തിലിരിക്കാനോ അല്ല യോഗയിലിരിക്കാനൊക്കെ തോന്നും. അത്ര നല്ല സ്ഥലമാണ്. മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയ സ്ഥലം കൂടി പറയാം. നല്ല വീതികളാണ്. നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് കുറച്ച് അത്ഭുതം തോന്നി കേട്ടോ. ഓരോ പണികളും കാര്യങ്ങളും കണ്ടപ്പോഴത്തേക്കും എന്റെ തങ്കം അവിടെ ഓടി കളിക്കുന്നുണ്ട്. അത് തന്നെയാണ് വലിയൊരു സന്തോഷം. തങ്കത്തിന് അങ്ങനെ ഒരു പേടിയോ ഒന്നും ഉണ്ടായില്ല. അവളെ എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ ആവണല്ലോ. അപ്പൊ മൊണാസ്ട്രിക്കുള്ളില് നമുക്ക് ഫോട്ടോസും വീഡിയോസും അലൗഡ് അല്ല എന്ന് അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിനുള്ളിൽ ചിത്രീകരിച്ച വീഡിയോകളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പുറമേ നിന്നുള്ള വീഡിയോയും കാര്യങ്ങളുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മൗണ്ട് ഫുജി കോടമഞ്ഞ് കാണാൻ പറ്റാതിരുന്നെങ്കിലും തിരിച്ചു വരുന്ന വഴിക്ക് മൗണ്ട് ഫുജിയുടെ പല ഭാഗങ്ങൾ ഞങ്ങൾക്ക് കാണാനായിട്ട് ബസ്സിലിരുന്ന് സാധിച്ചു. കൂടുതൽ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ.